എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്, ചിക്കനും അരിയൊക്കെ കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്, എല്ലാവരും വീഡിയോ കാണണം, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടി എങ്ങനെയൊക്കെ വേണ്ടി നോക്കാം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടത് എന്തൊക്കെ നോക്കാം, എന്തൊക്കെ വേണം, അതെങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാം നോക്കാം. ആദ്യം ചിക്കനെ കാണിക്കാം. ചിക്കൻ ഒരു 1.5 കിലോൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട്. അതിൽ ഉപ്പും മുളകും മഞ്ഞളും തിരുമ്പി വെച്ചാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും വെക്കാം, 2 മണിക്കൂറോ 3 മണിക്കൂറോ 4 മണിക്കൂറോ, അതൊക്കെ 4 മണിക്കൂറായി വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഉപ്പൊക്കെ പിടിക്കുന്ന ഉള്ളിൽ 1.5 കിലോൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ട്. പിന്നെ അരി, ഇതരി 1.5 കിലോ അരിയാണ്. ഇത് കുതിർത്താൻ വെക്കണം അരമണിക്കൂർ. ഇത് കഴുകി കുതിർത്താൻ വെക്കാം. പിന്നെ എന്തൊക്കെ വേണം നോക്കാം. 5 സവാള ചെറുതാക്കി അരിഞ്ഞതാണ് നൈസായിട്ട്, അരമൂടി ചെറുനാരങ്ങ, ഗരം മസാല 1 സ്പൂണ്, ചിക്കൻ മസാല 2 സ്പൂണ്, വെളുത്തുള്ളി ഒരു 100 ഗ്രാമൊക്കെ ഉണ്ട്. വെളുത്തുള്ളി 100 ഗ്രാമിനുള്ളിലുണ്ട്. വെളുത്തുള്ളി കുറച്ച് അധികം ഇടണം, നല്ല അതിൻ്റെ മണം കിട്ടുള്ള നല്ല വറക്കല്ലേ എടുത്തിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1.5 സ്പൂണ്, പച്ചമുളക് ഒരു 3 എണ്ണം, മല്ലിപ്പൊടി ഒരു 1.5 സ്പൂണ്, പിന്നെ 1 സ്പൂൺ ബിരിയാണി മസാലയാണ്. പിന്നെ ഇഞ്ചി 2-3 തുണ്ട്, കുറച്ച് വലുതായ വേണം. ഇഞ്ചി വെളുത്തുള്ളിയാണ് പ്രധാനം. തൈര് 2 സ്പൂൺ 3 സ്പൂണോളം തൈരുണ്ട്, കട്ട തൈരുണ്ട്. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് 5 എണ്ണം. പിന്നെ കറുവേപ്പിൻ്റെ ഇലയും മല്ലിത്തലയും പുതിനയും ഇത്രയൊക്കെ വേണം. ഇത് ഒരു വെറൈറ്റി ചിക്കൻ ബിരിയാണിയാണ്. ചിക്കനും അരിയും ഒക്കെ പാട് മിക്സ് ആക്കിയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടാക്കി നോക്കി കഴിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ബിരിയാണിയുടെ പരിപാടികൾ ആരംഭിക്കാം. ആദ്യം എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കുന്നുണ്ട്, ഓയിലാണ് ഒഴിക്കുന്നത്. 1 കപ്പ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്പൈസിയൊക്കെ പറയാൻ മറന്നുപോയി. പട്ട, ഗ്രാമ്പ്, ജാതിപത്രിയോ, പിന്നെ ഇത് പെരുംജീരകം, ഏലക്കായ, കറുത്ത ഏലക്കായാണിത്. ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇടുന്നുണ്ട്. തുടങ്ങാം. സ്പൈസി ഇടണു, എല്ലാം ഒട്ടിക്കണം. അപ്പം സ്പൈസികളൊക്കെ ഇട്ടു, ഇളക്കുകയാണ്. ഇനി നമ്മുടെ വലിയ സവാള ഇടാം. വലിയ വലുതാക്കി 4 എണ്ണം, മീഡിയമാക്കി 5 എണ്ണം. നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഈസിയാണ്. അപ്പം നമുക്ക് ഓരോന്നോന്നായിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം വലിയ ഉള്ളി ഇട്ടു. നല്ല കറുപ്പ് കളറായിട്ട് വഴണ്ടി വരണമൊന്നുമില്ല, ഒരു മീഡിയം ആയാൽ മതി. ഓരോ ബിരിയാണി ഓരോ തരത്തിലെ ഓരോ സ്റ്റൈലിലാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റേതായ സ്റ്റൈലിലെ ഒരു ബിരിയാണിയാണ്. കുറച്ച് പുട്ട് കൊടുക്കാം. ഒരു 4 സ്പൂൺ 5 സ്പൂണൊക്കെ ഓയിൽ ഒഴിക്കണം. ഓയിലെ കുറച്ച് അധികം ഒഴിക്കണം, അതൊക്കെ വഴണ്ടി വരണ്ടേ. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഇത്ര വഴണ്ടാൽ മതി. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചാണ് ഇടാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഓരോരോ പൊടികൾ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടുന്നുണ്ട്, മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, ചിക്കൻ മസാല ഇടുന്നുണ്ട്, ഗരം മസാല കുറച്ചിടുന്നുണ്ട് 1 സ്പൂണ്. അത് ഇളകി കൊടുക്കും.
നല്ല മിക്സാക്കാം. എരിവ് ഉപ്പൊക്കെ നമുക്ക് പാകത്തിന് കൂട്ടാൻ കുറയ്ക്കാം, അതൊന്നും കുഴപ്പമില്ല. തൈര് 2-3 സ്പൂണോളം കട്ട തൈരാണ് ഒഴിച്ച് കൊടുക്കാം. തക്കാളി ഇടാഞ്ഞ് ഈ പൊടിയൊക്കെ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി മുമ്പേ ഇടാഞ്ഞത്. പൊടിയൊക്കെ ഒന്ന് മൂക്കുന്ന ശേഷം തക്കാളി ഇടാം. കറിവേപ്പില എല്ലാം കലക്കി കൊടുക്കാം. കറിവേപ്പില ഇടുന്നുണ്ട്. ലാസ്റ്റ് ഇനി വീണ്ടും ഇടും. അപ്പോൾ കുറച്ചിടുന്നുണ്ട്. നല്ല ഇറക്കി കൊടുക്കാം. നല്ല മിക്സ് ആക്കാൻ. എരിവ് പോരാ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം, കുഴപ്പമൊന്നുമില്ല. ചിക്കനിൽ കുറച്ച് മുളകിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. 1 സ്പൂണും 1/2 സ്പൂണും മുളക് പൊടി ഉണ്ട് ഞാൻ. 1 സ്പൂണ്. നമുക്കിനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപാര ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. നല്ല മണമാണ്. പിന്നെ എന്താ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചാൽ അത് ഉള്ളതും കൊണ്ടും വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മസ്റ്റ്. പിന്നെ തലകൾ 3 എന്താ പറയുക, മല്ലിത്തലയും കറിവേപ്പിലയും പൊതിതലയും 3 വേണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും വലിയ സവാളയും ഇടിച്ച് നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തു. നമുക്ക് ഇളക്കി കൊടുത്തു. രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം. ചിക്കൻ വെള്ളക്കം ഇറങ്ങട്ടെ. മിനിമം ഒരു 5 മിനിറ്റ് ചിക്കൻ ഇട്ടിട്ട ശേഷമാണ് അരി ഇടാൻ പാടുള്ളൂ. തുറന്നു കൊടുക്കാം. നിറയെ കൊടുക്കണം. അങ്ങനെ എന്താ മണം, അപാര മണമാണ്. ഒരു 5 മിനിറ്റേലും ഇട്ടിട്ട് സിമ്മിലിട്ടിട്ട് ഇതാക്കണം. കുറച്ച് മഞ്ഞളയും ഇടുന്നുണ്ട്. ഇളകി കൊടുക്കാം. ബിരിയാണി മസാല ഇടാം. അരി കഴുകി നല്ല വെള്ളമൊക്കെ വടിച്ച് വെച്ച അരിയാണ്.
അരമണിക്കൂർ കുതിർത്തുന്നു. ഇട്ട് കൊടുക്കാം. അരി വെള്ളമൊക്കെ നല്ല വടിച്ച് കളയണം. നമുക്ക് വെള്ളം അളന്നിട്ടല്ലേ വെക്കുന്നത്. നമുക്ക് ഇറങ്ങി കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നല്ല മെല്ലെ ഇളക്കി കൊടുക്കണം. നമ്മളല്ലേ പീസിലൊന്നും കേട് വരാത്ത മാതിരി കൊടുക്കാം. നമുക്കെന്നിട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം തിളപ്പിച്ച വെള്ളമാണ് ഊറ്റി വെക്കുന്നത്. നെയ്യ് കൊടുക്കാം. കുതിർന്ന അരിയാണ്, അതുകൊണ്ട് പെട്ടെന്നാവും. നമ്മുടെ ഇനി അരി തന്നെ തിളക്കട്ടെ. നല്ല തിളയ്ക്കണം. ഉപ്പ് മുളകൊക്കെ എല്ലാം നോക്കാം. എങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് തിളക്കട്ടെ. തിളച്ചിട്ട് ഉപ്പാവുമ്പോൾ നമുക്ക് സിമ്മിലിട്ടാം. സിമ്മിലിട്ടിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ദമ്മിലിടാം. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി അങ്ങനെ അളന്നിട്ട് എടുക്കണം. കറക്റ്റായിട്ട് വെള്ളം അതേപോലെ അരി അളന്ന് കറക്റ്റായിട്ട് എടുക്കണം. പിന്നെ തോന വെച്ചാൽ കുറച്ച് ഒരു 5 ഗ്ലാസ്സിന് 10 ഗ്ലാസ് വെള്ളം വയ്ക്കാത്ത 9 ഇട്ടാലും മതി. 9 ഒഴിച്ചാലും മതി. കറക്റ്റായിട്ടുണ്ടാവും. പിന്നെ ഓരോ അരി ഓരോ മാതിരിയാണ്, വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഇല ഇടാം. അപ്പം അടച്ചിട്ടും തുറന്നിട്ട് ഇളക്കി കൊടുക്കും വേണം. എന്നുവെച്ചാൽ ചട്ടി ഇങ്ങനെ നിറഞ്ഞു പോയില്ല, അതുകൊണ്ടാണ്. നിറഞ്ഞാലും ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കുള്ളൂ. സൂക്ഷിക്കണത്. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് വീണ്ടും തുറന്നു നോക്കാം. ദം ഏകദേശം വെറ്റിയെന്ന് കണ്ട ഉടനെ നമുക്ക് ദമ്മിടാം. പഴയ ദോശക്കല്ല് വെക്കണം. ഇത് ഫുൾ ചൂടാക്കണം. ദമ്മിടാം. എങ്ങനെ ദമ്മിടണം നോക്കാം. അതിനുശേഷം നമുക്ക് ചട്ടിയിലേക്ക് കയറ്റി വയ്ക്കാം. ബിരിയാണി ചട്ടി ചൂടായി. ദമ്മിടാം. നല്ല ഫുൾ സ്പീഡിലിട്ടിട്ട് പിന്നെ 10 മിനിറ്റ് സിമ്മിൽ ഇടണം. 5 മിനിറ്റ് ആണ് നമ്മൾ ഫുൾ സ്പീഡിൽ ചൂടിൽ. പിന്നെ 10 മിനിറ്റ് സിമ്മിലിടാം. സമയം നോക്കിയിടണം. ഇപ്പോൾ ഫുൾ 5 മിനിറ്റായി. തുറന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. കണല് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലിടാം, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇടാം ഒരു 10 മിനിറ്റ്. ഞാൻ കണലൊന്നും ഇടുന്നില്ല, അല്ലാതെ ബന്ധമൊന്നും കറക്റ്റാണ്. വെയിറ്റ് വെച്ചു. ബിരിയാണി റെഡിയായി. ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓഫാക്കാം.
അങ്ങനെ അപാര ടേസ്റ്റിലുള്ള ബിരിയാണി റെഡിയായി. സൂപ്പർ ടേസ്റ്റിൽ സൂപ്പർ മണം സൂപ്പർ ടേസ്റ്റിലുള്ള ബിരിയാണി റെഡിയായി. എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കണം. എന്നിട്ട് കമൻ്റൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, അണ്ടിപ്പരിപ്പോ പിന്നെ എന്താ ഉള്ളി വറുത്തിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ഗാർണിഷൊക്കെ ചെയ്യുക. ഒന്നുമില്ല, സിമ്പിളാണ്, ടേസ്റ്റാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായി കഴിക്കണം, പെട്ടെന്നാവും. ഇപ്പോൾ വീണ്ടും ഈ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.